തിരുവനന്തപുരത്ത് ജെ.സി. ഡാനിയേൽ പ്രതിമ തകർക്കാൻ ശ്രമം. രാത്രിയിലാണ് പ്രതിമയ്ക്ക് നേരെ ആക്രമണമുണ്ടായിരിക്കുന്നത്. നെയ്യാറ്റിൻകര നഗരസഭാ സ്റ്റേഡിയത്തിൽ സ്ഥാപിച്ചിട്ടുള്ള പ്രതിമയുടെ ഭാഗമായുള്ള ഫിലിമുകളും ലൈറ്റുകളും സാമൂഹിക വിരുദ്ധർ തകർത്ത നിലയിലാണ്. രാവിലെ ഗ്രൗണ്ടിലെത്തിയവരാണ് പ്രതിമ തകർന്നിരിക്കുന്നത് ആദ്യം കണ്ടത്. സാമൂഹ്യ വിരുദ്ധർ പ്രതിമയുടെ സമീപമുള്ള ഫിലിമുകളും ലൈറ്റുകളും അടക്കം തകർത്തിട്ടുണ്ട്. നെയ്യാറ്റിൻകര പോലീസ് അന്വേഷണം ആരംഭിച്ചു. ഡാനിയൽ സ്മാരകത്തോട് അനാദരവ് കാണിക്കുന്നവർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുമെന്ന് നഗരസഭാ ചെയർമാൻ പി.കെ. രാജ്മോഹൻ പറഞ്ഞു. ഇതിനു മുമ്പും 1-2 ആവർത്തി ഇങ്ങനെ ചെയ്തിട്ടുണ്ട്, ഞങ്ങൾ പുനഃസ്ഥാപിച്ചിട്ടുമുണ്ട്. എന്തായാലും ഏറ്റവും കേരളത്തിൽ ആദരിക്കപ്പെടുന്ന ഒരു വലിയ മനുഷ്യനാണ് ജെ.സി. ഡാനിയേൽ. അദ്ദേഹത്തിൻ്റെ പ്രതിമയ്ക്ക് നേരെ അനാദരവ് കാണിക്കുക എന്ന് പറഞ്ഞാൽ കേരളീയ സംസ്കാരത്തിന് യോജിച്ചതല്ല. അത്തരം ആളുകൾ അതിൽ നിന്നില്ല പിന്തിരിയണം എന്ന് വളരെ വിനയപുരസ്സരം അഭ്യർത്ഥിക്കുന്നതോടൊപ്പം അദ്ദേഹത്തിൻ്റെ നാമധേയത്തിൽ വളരെ വിപുലമായ രീതിയിലുള്ള ഓപ്പൺ എയർ ഓഡിറ്റോറിയത്തിൻ്റെ പണി തൊട്ടടുത്ത് തന്നെ നടക്കുന്നതും ദൃശ്യ മാധ്യമങ്ങൾക്ക് കാണാം. അത്ര നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ടാണ് നെയ്യാറ്റിൻകര നഗരസഭ ജെ.സി. ഡാനിയെ കാണുന്നത് എന്ന് മാത്രം ബഹുമാന്യരെ ഓർമ്മപ്പെടുത്തുന്നു. ജെ.സി. ഡാനിയേൽ മലയാളത്തിലെ ആദ്യത്തെ നിശബ്ദ ചിത്രമായ വിഗതകുമാരന്റെ നിർമ്മാതാവും സംവിധായകനുമായിരുന്നു. ഡാനിയലിന്റെ പേരിലെ കേരളത്തിലെ ആദ്യത്തെ സ്മാരകമാണ് നെയ്യാറ്റിൻകരയിലുള്ളത്. അന്വേഷണം പുരോഗതിയിലാണെന്നും പ്രതികളെ ഉടൻ പിടികൂടുമെന്നും പോലീസ് അറിയിച്ചു. കേരള വിഷൻ ന്യൂസ്, തിരുവനന്തപുരം.